ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇതിൽ 1.5 കപ്പ് റവ എടുത്തിട്ടുണ്ട്, സാധാ റവ. അത് റോസ്റ്റ് ചെയ്തതോ റോസ്റ്റ് ചെയ്യാത്തതോ ഏത് വേണമെങ്കിലും എടുക്കാമേ. ഇനി നമുക്ക് അതിലേക്ക് 1/2 കപ്പ് മൈദ. അപ്പൊ ഈ കപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള മെഷർ കപ്പ് നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ പകരം നിങ്ങൾ ഏത് ഗ്ലാസ് ആണോ എടുക്കുന്നത്, ഏത് കപ്പാണോ എടുക്കുന്നത്, ബാക്കി ഇൻഗ്രീഡിയൻസും ആ സെയിം കപ്പ് സെയിം ഗ്ലാസ് തന്നെ യൂസ് ചെയ്താൽ മതി. ഇതിപ്പോ ഞാൻ യൂസ് ചെയ്യുന്നത് 1 കപ്പ് എന്ന് പറയുന്നത് 250 ml ആണ്. ഒരു നുള്ളുപ്പ്, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറുമായിട്ട് എടുക്കാം. ഞാനിപ്പോൾ ബേക്കിംഗ് പൗഡർ ഇടുന്നില്ല, പകരം 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയായിട്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരിക്കാം, ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് എടുത്തിരിക്കുന്നത് 1 കപ്പ് പാല്. അപ്പോൾ പാല് ബാക്കി നമ്മൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് എടുക്കുന്നോ അതെല്ലാം റൂം ടെമ്പറേച്ചർ ഉള്ളതായിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഡയറക്റ്റ് ഫ്രിഡ്ജിൽ നിന്നെടുത്ത് ഒന്നും യൂസ് ചെയ്യല്ലേ. അപ്പൊ കുറേശ്ശെ പാലൊഴിച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. മൊത്തം 1 കപ്പ് പാല് മൊത്തം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി നമുക്കിത് അടച്ചു വെച്ചേക്കാം. ഇനി നമുക്ക് വേറെ ഒരു പാത്രം എടുത്ത ശേഷം അതിലേക്ക് 1/4 കപ്പ് ബട്ടർ മെൽറ്റ് ചെയ്തത്. അപ്പൊ നിങ്ങളുടെ ഈ ബട്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ പകരം 1/4 കപ്പ് എണ്ണ എക്സ്ട്രാ എടുത്താലും മതിയേ. 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ. അതിലേക്ക് പൊടിച്ച പഞ്ചസാര. ഈ പഞ്ചസാര പൊടിക്കാൻ നേരം ഞാൻ അതിലേക്ക് 6-7 ഏലക്കയും ചേർത്തിട്ടുണ്ട്. ഇത് 1 കപ്പ് പഞ്ചസാര. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള തൈരാണ്. 1/2 കപ്പ് തൈര് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സായി കണ്ടോ. ഇപ്പൊ റവ മിക്സ് ആയിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നന്നായിട്ട് ഹാർഡായേ. ഇനി നമുക്ക് ഇതിലേക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ഒരു മെത്തേഡ്, ആദ്യം റവ മാത്രം പാലിൽ കുതിർത്ത് വെക്കാം. അതിനുശേഷം ഈ മിക്സ് ഒഴിച്ച് ബാക്കിയുള്ള മൈദയും എല്ലാം കൂടെ നമ്മൾ അരിച്ചു വെച്ചില്ലേ, ആ ഇൻഗ്രീഡിയൻസ് ഇട്ട് ഇളക്കിയാലും മതി. നന്നായിട്ട് മിക്സായി കണ്ടോ. ഇനി ഇതിലേക്ക് ഒരു ലേശം ഇത്രേ ഞാൻ ഒഴിക്കുന്നുള്ളൂ. ഒരു 1/4 ഗ്ലാസ് ഇല്ല, 1-2 ടേബിൾ സ്പൂൺ വെള്ളം അല്ലെന്നുണ്ടെങ്കിൽ റൂം ടെമ്പറേച്ചറിലുള്ള പാല് ചേർക്കാമേ. ആ കൺസിസ്റ്റൻസി ഒന്ന് കറക്റ്റ് ആക്കാൻ വേണ്ടി. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എസൻസ് ചേർക്കാം. വാനില എസൻസോ പൈനാപ്പിൾ എസൻസോ. ഞാനിവിടെ പൈനാപ്പിൾ എസൻസ് ആണ് ചേർക്കുന്നത്. ഒത്തിരി വേണ്ട, ഏതാനും തുള്ളികൾ മതി. പരുവമായി. ഇനി നമുക്ക് കേക്ക് ടിന്നിലോട്ട് മാറ്റാം. എത്ര വലിപ്പമുള്ള പാത്രമായാലും അതിന്റെ ഒരു 1/4 ഭാഗം മതി, അതിൽ കൂടുതൽ ഒഴിക്കരുത്. അപ്പം ഇതിൽ ഞാൻ നട്ട്സ് ഒന്നും ഇട്ടിട്ടില്ല, അതായത് ടൂട്ടി ഫ്രൂട്ടി ഒന്നും ഇട്ടിട്ടില്ല. ഈ ഒരെണ്ണം ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് വെക്കുക. അടിയിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓയിൽ തേച്ചിട്ട് ബട്ടർ പേപ്പർ തേക്കാം. ബട്ടർ പേപ്പറിന്റെ മുകളിലും കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കാം, വേണമെന്നുണ്ടെങ്കിൽ മാത്രം. ഇത് ഞാൻ നമ്മുടെ സാധാ അടുപ്പിലാണ് ചെയ്യാൻ പോകുന്നത്, കാണിക്കാം. അപ്പൊ ഇതിന്റെ മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇങ്ങനെ മൈദ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ സെപ്പറേറ്റ് കാണിക്കാൻ കാര്യം, പലരും പറയുന്നതാണ് ഒരുമിച്ചിട്ട് ഇളക്കുമ്പോൾ അത് അടിയിൽ പോകുന്നെന്ന്. അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ സെപ്പറേറ്റ് കാണിക്കാന്ന് വെച്ച് ഒരെണ്ണം. ഇതിപ്പോ മുകളിലാണ് ഇട്ടേക്കുന്നത്. ഞാനിവിടെ ഒരു സാധാ കടായിയാണ് വെച്ചിരിക്കുന്നത്, നോൺ സ്റ്റിക്ക് അല്ല. 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് ഇത് ചൂടായി. ഓക്കെ, പാത്രവുമായിട്ട് ടച്ച് ആവരുത്. അടച്ചു വെക്കാം. ഇപ്പൊ ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള ബാറ്റർ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു. കണ്ടോ ടൂട്ടി ഫ്രൂട്ടി ഒക്കെ മുകളിൽ തന്നെ കിടക്കുന്നത്, നന്നായിട്ട് മിക്സ് ചെയ്തിട്ടും. അപ്പോൾ ഓവൻ 180 ഡിഗ്രിയിൽ ടോപ്പ് ആൻഡ് ബോട്ടം സെലക്ട് ചെയ്തിട്ട് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ അതേ സമയം തീരാറായി. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ സെയിം 180 ഡിഗ്രി സെൽഷ്യസ് ടോപ്പ് ആൻഡ് ബോട്ടം ഞാനിവിടെ 40 മിനിറ്റാണ് വെക്കുന്നത്. ഇപ്പോൾ മീഡിയം തീയിൽ കറക്റ്റ് 40 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ തീ കൂട്ടിയില്ല, കുറച്ചുമില്ല. സ്റ്റാർട്ടിങ് തൊട്ടേ സെയിമിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ സൈഡൊക്കെ ബ്രൗൺ കളറായി വരുന്നു. നല്ല സോഫ്റ്റ് ആണ് ഇപ്പോഴേ. നമുക്ക് ഇത്തിരി ആദ്യം തന്നെ നടുക്ക് കുത്തണ്ട കേട്ടോ. നന്നായിട്ട് ശരിയായി, വെള്ളമയം ഒട്ടുമില്ല. ഇനിയിപ്പോൾ നടുക്കൂടെ ഒന്ന് ഇച്ചിരി നോക്കാം. നല്ല പരുവമായി. ഇനി നമുക്ക് ഓഫ് ചെയ്യാം.
കറക്റ്റ് 40 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കൊന്ന് നോക്കണേ എത്രത്തോളം വെന്തോന്ന്. ഞാനിപ്പോൾ 40 മിനിറ്റ് എന്ന് പറഞ്ഞാലും ചിലപ്പം തീ ഇച്ചിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയാലും മാറാൻ ചാൻസ് ഉണ്ട്. ഇത് ഇപ്പം തന്നെ നല്ല സോഫ്റ്റ് ആണ്. അപ്പോൾ ഇനി ഇത് നമുക്കിതിൽ നിന്ന് മാറ്റാം, നന്നായിട്ട് തണുക്കട്ടെ. അപ്പോൾ പാത്രത്തിന്റെ അടിയിൽ എന്തെങ്കിലും ഇട്ടോന്ന് സംശയമുള്ളവർക്ക്, കാരണം പലരും മണലിടാറുണ്ട്, ഉപ്പിടാറുണ്ട്. ഞാൻ ഒന്നുമേ ഇട്ടിട്ടില്ല. ഞാൻ പാചകത്തിന് യൂസ് ചെയ്യുന്ന കടായിയാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ട്. പാത്രത്തിന് യാതൊരു കുഴപ്പമില്ല. സ്റ്റാൻഡ് ഇട്ട് ഇങ്ങനെ വെച്ചാൽ മാത്രം മതിയേ. ഇത് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് പ്രീഹീറ്റ് ചെയ്ത ശേഷം മാത്രമേ കേക്കിന്റെ പാത്രം ഇതിലേക്ക് ഇറക്കി വെക്കാവൂ. അപ്പോൾ നമ്മുടെ കേക്ക് രണ്ടും റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഓവനിൽ വെച്ചത് ആദ്യം 40 മിനിറ്റ് വെച്ചിട്ട് കറക്റ്റായിട്ട് റെഡി വെന്തില്ലായിരുന്നു. അതിനുശേഷം വീണ്ടും 40 മിനിറ്റ് വെച്ച് ടോട്ടൽ 80 മിനിറ്റ് എടുത്തിട്ടുണ്ട് ഓവനിൽ. അപ്പം ഓവനിൽ വെക്കുന്നതും ഇതും തമ്മിൽ എനിക്കൊരു വ്യത്യാസം തോന്നുന്നത്, നമ്മുടെ സാധാ അടുപ്പിൽ വെക്കുമ്പോൾ അല്പം കളർ കുറവായിരിക്കും, ഓവനിൽ വെക്കുമ്പോൾ അല്പം കളറ് കിട്ടും. അത്ര വ്യത്യാസം മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ, അല്ലാതെ ഒരു വ്യത്യാസവും ഇല്ല. കുറച്ചുകൂടി സോഫ്റ്റ് ഇതാന്ന് തോന്നുന്നു നമ്മൾ സാധാ അടുപ്പിൽ വെച്ചത്. സൈഡിൽ നിന്നൊന്ന് ലൂസാക്കി കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് കട്ട് ചെയ്യാം. നോക്കിക്കേ, അതൊക്കെ നല്ല പരുവല്ലേന്ന്. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല സൂപ്പർ ടേസ്റ്റ്. കണ്ടോ, ആ ടൂട്ടി ഫ്രൂട്ടി ഒട്ടും അടിയിലോട്ട് പോയിട്ടില്ല, ഇടയ്ക്കൊക്കെ കിടപ്പുണ്ട്. കണ്ടോ?